ഒന്നുണ്ട്, ദൈവത്തിന് നമുക്ക് നന്ദി കൊടുക്കും. കാരണം അവൻ നമ്മളെ അത്ര അളവില്ലാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അളവില്ലാതെ ദൈവം നമ്മെ കരുതുന്നുണ്ട്. ഇന്ന് ഈ ഞായറാഴ്ച ആരാധനയിൽ കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ വന്ന് നിൽക്കുന്നവരുണ്ട്, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരുണ്ട്. എത്ര അതിശയകരമായിട്ട് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വലിയ കരുതലാണ് ഓരോ സെക്കൻഡുകളിലും വഴി നടത്തുന്നത്. ഞാൻ ഇന്നലെ വന്നപ്പം ആരോ ഇങ്ങനെ ക്രിസ്ത്യൻ ബ്രദർ നേരത്തെ ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോൺ പാസ്റ്ററോട് പറയുകയാണ്, അത് കേട്ടപ്പോൾ കൊതിയാവുകയാണ്. അപ്പോൾ സിസ്റ്ററും പറഞ്ഞു, അതെ പാസ്റ്റർ, അത് കേട്ടപ്പോൾ കൊതിയായി, നേരത്തെ ഒന്ന്. ഞാൻ എൻ്റെ ലൈഫിൻ്റെ അകത്ത് ഒരു 3-4 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഉറങ്ങിയേക്കുന്ന ഒരു 4 മണിക്കൂറാണ്. ആമേൻ. ഞാനൊരു ദുബായി വന്നപ്പോഴേലും കുറച്ച് സമയമൊക്കെ ഉറങ്ങാൻ നടക്കുകയല്ല. ഈ മിനിഞ്ഞാന്ന് ഞാൻ 24 മണിക്കൂർ ഉറങ്ങാതിരുന്നു. 24 മണിക്കൂർ. ആ 24 മണിക്കൂറും എനിക്കൊരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി സംസാരിച്ചില്ല, യേശുവിന് വേണ്ടിയാണ് സംസാരിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മീറ്റിങ്ങുകൾ കൂടുതൽ ഈ തമിഴ്നാട് ഭാഗത്തൊക്കെയാണ്. തമിഴ്നാട് ഭാഗത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് 8, 9, 10 മണിക്കൂർ നിൽക്കാതെ ഞാൻ ഡ്രൈവ് ചെയ്യും. മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി നല്ലപോലെ ഉറങ്ങിപ്പോയി. ചില സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഈ തമിഴ്നാട് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ രാത്രിയൊക്കെ കഴിഞ്ഞാൽ ഫുള്ള് ലോറികളാണ്, വലിയ ലോഡും വണ്ടികളാണ്, വലിയ കണ്ടെയ്നറുകളാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ നടുവിലൊക്കെ പലപ്പോഴും ഉറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാം ഞാൻ ഉറക്കമാണെന്നറിയാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വാഹനം ഓടിച്ച് രാത്രി വരികയാണ്. എൻ്റെ മീറ്റിംഗ് നടക്കുന്നത് സത്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സത്യമംഗലത്തിൻ്റെ അകത്ത് ബെന്നാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മീറ്റിംഗ് നടക്കുന്നത്. മീറ്റിംഗ് 3 സെക്ഷൻ ഞാൻ അവിടെ പ്രസംഗിച്ചു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം അവിടുന്ന് 4 മണി സമയത്ത് അവിടുന്ന് ഇറങ്ങി. 4 മണിക്ക് സമയത്ത് അവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവിടുന്ന് കയറ്റി വിടത്തില്ല. കാരണം ഈ മനുഷ്യൻ നടക്കുന്ന പോലെ അവിടെ ആന നടക്കുന്നത്. ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി 4 മണിക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരിക. 27 ബെൻഡ് വളവാണ്. ഈ കർണാടക മൈസൂർ റൂട്ടാണ്. 27 ബെൻഡ് വളവാണത്. ഭയങ്കര ഡേഞ്ചർ വഴിയാണ്. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും ഉണ്ട്, രേഷ്മയുണ്ട്. ഞങ്ങൾ 2 പേരും ഇറങ്ങി വരും, എൻ്റെ വൈഫുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി വരികയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ നീ ബലം തരണമേ. ഞാൻ ഈ താഴത്തെ അവസാനത്തെ ബെൻഡ് വളവ് ഇറങ്ങി വരുമ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഉറങ്ങിപ്പോയി. ഡീപ്പ് സ്ലീപ്പ്. എനിക്കറിയാം ഞാൻ നല്ലപോലെ ഉറക്കമാണെന്ന്. ഞാനിത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണ് ഞെട്ടി നോക്കുമ്പോൾ ഞാൻ ആ ബെൻഡ് വളവ് തിരിഞ്ഞു വരികയാണ്. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി. പക്ഷെ ഞാൻ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ഈ കാറിൻ്റെ മുൻപിൽ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്. ഓ ഹല്ലേലൂയ. ഈ കാറിന് അപ്പോൾ രേഷ്മ എന്നോട് പറയും, ദേ ദൂതൻ നിൽക്കുന്നു. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ദേ ഒരു ദൂതൻ നിൽക്കുന്നു. ഞങ്ങൾ 2 പേരും ഇത് ഒരുമിച്ച് കാണുകയാണ്. ഞാൻ പറയുന്നു, കർത്താവ് നമ്മളെ എത്ര ഭയങ്കരമായിട്ടാണ് വഴി നടത്തുന്നത്. ഒരു നിമിഷം ആ കർത്താവിന് നന്ദി പറയാം. ഞാൻ പറയാം, ഇത് എൻ്റെ സാക്ഷ്യം. നിങ്ങൾക്ക് പറയാൻ എന്നേക്കാളും വലിയ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എനിക്കറിയാം ഇതിൻ്റെ അകത്ത് സാക്ഷ്യമില്ലാത്തവരാരുമില്ല. ആ യേശുവിനൊന്ന് നന്ദി പറയാമോ? നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ ഓർത്താൽ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഈ ഞായറാഴ്ച ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തുന്ന നല്ലൊരു ഇമ്മാനുവേൽ. ആമേൻ. ഇമ്മാനുവേലിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. അതെ, ഈ പകലിൽ അവൻ നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മളെ കൈവിടത്തില്ല. ഞാൻ പറയുന്നു, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിക്കോട്ടെ, കാക്കയുടെ വരവ് നിന്നോട്ടെ, നിന്നെ സഹായിക്കുന്ന കരങ്ങളെല്ലാം പുറകോട്ട് മാറിക്കോട്ടെ, നിന്നെ ബലപ്പെടുത്തുന്നവരെല്ലാം മാറിപ്പോകട്ടെ, നീ എല്ലാവരാലും തഴയപ്പെട്ട് നിൽക്കട്ടെ. പക്ഷെ ഒന്നിനും കുറവില്ലാതെ ദൈവം നിന്നെ വഴി നടത്തും. ദൈവം നമ്മെ വഴി നടത്തും. ഈ പകലിൽ ആ സ്നേഹം ഇതിൻ്റെ അകത്ത് ഒഴുകുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഒന്ന് ചേർന്ന് നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. ആ കർത്താവ് എത്ര നല്ലവനാണ്. അതുകൊണ്ടല്ലേ ദാവീദ് പറയുന്നത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്.
അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ പകലിൽ പറ, കർത്താവേ അവിടുത്തെ ദയക്കായി നന്ദി, അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി. ഒരാഴ്ച മുഴുവനും അനർത്ഥ രോഗ ദുഃഖങ്ങൾക്ക് അവൻ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ഒന്നിനും നമ്മെ വിട്ടുകൊടുക്കാതെ ഇത്രത്തോളം നമ്മെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയാമോ? നന്ദി പറയാമോ? നന്ദി പറയാമോ? ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഓ വി താങ്ക് യു ഹോളി. കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്, യേശുവിനെ മാത്രം ധ്യാനിക്ക്. എല്ലാ കണ്ണുകളും അടച്ച് നന്ദിയാൽ നിറയും എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. നന്ദിയാൽ നിറയും എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ആരും സഹായിപ്പില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുമ്പിൽ. ആരും സഹായിപ്പില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വീണ്ടും അതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വീണ്ടും അതെല്ലാം നിറച്ചു തന്നു. ആരാധന ചേർന്ന് പറഞ്ഞേ, ആരാധന ആരാധന, ലവ് ഹോളി ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്ന മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. നന്ദിയാൽ നിറയും എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന, യേശുവിൻ ആരാധന, 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി.
ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയും എന്നന്തരംഗം മരമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. നന്ദിയാൽ നിറയും എന്നന്തരംഗം മരമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. 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 നന്ദിയാൽ നിറയും എന്നന്തരംഗം മരമേ നടത്തിയ വിധങ്ങളെ ഓർത്ത. നന്ദിയാൽ നിറയും എന്നന്തരംഗം മരമേ നടത്തിയ വിധങ്ങളെ ഓർത്ത. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവേ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവേ. നിന്ദാ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം നന്ദി കർത്താവേ, നന്ദി യേശുവേ. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ
മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. കാരണം എന്താ? നിന്ദാനം ഞാൻ എല്ലാം അവിടുത്തെ ദാനം. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവേ. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവേ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പകൽ ഇതിൻ്റെ അകത്ത് ഒരു വലിയ ദൈവസാന്നിധ്യം ഒഴുകി നിൽക്കുന്നുണ്ട്. ഞങ്ങളതിനായി കർത്താവിന് നന്ദി പറയുകയാണ്. ദൈവസാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന കർത്താവേ, ഒരു നാളും ദൈവം ഞങ്ങളെ കൈവിടുന്നില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ധൈര്യമാണ് യേശുവേ. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ പകലിലും ആ ധൈര്യം ഞങ്ങളെ ഒത്തിരി നടത്തുന്നുണ്ട്. ആ ധൈര്യം ഞങ്ങളെ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്. യേശുവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. യേശുവിന് നന്ദി പറയുകയാണ്. യേശുവിന് നന്ദി പറയുകയാണ്. ഓ, യേശുവിനെ നന്ദി പറയുകയാണ്. 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 ആരാധിക്കുന്നത് ജീവിതത്തിൻ്റെ അകത്തൊരു പദവിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആരാധനകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്തെ ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ നിലനിർത്തുന്നത്. ഓ ഹല്ലേലൂയ. ഓ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയും. നമ്മൾ ആരാധിക്കാൻ പോവാണേ. ഒരു വാക്ക് മാത്രം ഒന്ന് പറഞ്ഞോട്ടെ. ആ വരികൾ എത്ര എനിക്കറിയാം. ഈ നിങ്ങൾ ഈ ദേശത്ത് വന്ന് നിൽക്കുമ്പോൾ ജോലിയുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒത്തിരി ജോലി സംബന്ധമായിട്ടൊക്കെ ഒത്തിരി ടെൻഷനിലൂടെ ആയിരിക്കും പോകുന്നത്. ചിലപ്പോൾ ജോലി ഇല്ലാത്തതായിരിക്കും നിങ്ങളുടെ ടെൻഷൻ. ആമേൻ. ഒത്തിരി പരീക്ഷകളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ജോലി ഇല്ലാത്തതൊരു പരീക്ഷയാണ്. ജോലിക്ക് പോകുന്നതിനേക്കാളും വലിയ പരീക്ഷകളാണ്. ആമേൻ. ഈ പരീക്ഷകളിലൂടെ നമ്മൾ കയറി പോകുമ്പോൾ, പരീക്ഷകൾ നേരിടുമ്പോഴും എന്നെ കൈവിടാത്ത ഒരുവനുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറും. ഞാൻ പറയാം പ്രിയരെ, ഈ ഞായറാഴ്ച പകലിൽ നിങ്ങൾ ഒത്തിരി പരീക്ഷകളിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം.
പാസ്റ്റർമാരായ ഞങ്ങൾക്ക് ഒത്തിരി പരീക്ഷണങ്ങളുണ്ട്. ആമേൻ. ഞാനിന്ന് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് എൻ്റെ സഭയിലെ വർഷിപ്പിൻ്റെ സൂമിൻ്റെ ലിങ്കുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പം ആളുകളുടെ എണ്ണം കുറവ്. ആമേൻ. നാട്ടിൽ ഭയങ്കര മഴ, അതുകൊണ്ട് പകുതി പേരും വന്നിട്ടില്ല. ആമേൻ. എനിക്ക് അപ്പം തന്നെ ദേഷ്യം വന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ അപ്പം തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, അടുത്ത ആഴ്ച തൊട്ട് ഈ ആഴ്ച പള്ളി വരാത്ത ഒറ്റ പറഞ്ഞാൽ അടുത്ത ആഴ്ച തൊട്ട് പള്ളി വന്നേക്കരുത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് തോന്നി കർത്താവ് ഇച്ചിരി കൂടിപ്പോയി, ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തത്. പരീക്ഷകൾ വരും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾക്കെല്ലാം സൊല്യൂഷനുകളുണ്ട്. കാരണം നിങ്ങളെ നയിക്കുന്നത് യേശുവാണ്, നിങ്ങളെ പരിപാലിക്കുന്ന ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ കരുതലിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, ദാവീദ് പറയും, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം എൻ്റെ അടുക്കൽ വരത്തില്ല. വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേർ വീഴും, എങ്കിലും അവ എന്നോട് അടുത്ത് വരത്തില്ല. കാരണം ഞാൻ നടക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണ്, ദൈവത്തിൻ്റെ തണലിലാണ്. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ ഒന്ന് ചേർന്ന് നമ്മൾ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാമോ? ഒന്ന് കരം തട്ടി ഓ റബനം ശബരം തബരാ, ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധനകൾ കൊടുക്കുക. ഓ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായ, ഓഹോ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവേ, ഭാരങ്ങൾ വഹിക്കുന്നവേ, എനിക്കായി കരുതുന്നവേ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ, എന്റെ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവേ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ എന്തിനെന്ന് ചോദിക്കരത്ത. ഓഹോ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. കാരണം എന്താ? വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായ, എന്തിനെന്ന് ചോദിക്കില്ല ബല 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 ശംഭരരാധന നന്മയ്ക്കായെന്നറിയുന്നു. ഓഹോരമാം ഹോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഹോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം ഹല്ലേലൂയ. ഈ പകൽ പരിഹാരത്തിന്റെ പകലാണ്. ഈ പകൽ പരീക്ഷണങ്ങൾ നേരിടട്ടെ, തകരാൻ ദൈവം അനുവദിക്കത്തില്ല. എന്തിനെന്ന് ചോദിക്കില്ല. ഓ രാധാര എൻ്റെ നന്മയ്ക്കായി
പരാജയങ്ങൾ വിജയമാകാൻ പോകുകയാ. നിന്റെ തകർച്ചകൾ ജയമാകാൻ പോകുകയാ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ. ദൈവം എനിക്ക് അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. അഭിഷേകത്തോടെ ഹോ, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ പരീക്ഷ എന്റെ ദൈവം അനുവാദിച്ചാൽ പരിഹാരം കരുതിയിട്ടുണ്ട്. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ. ഓഹോ, എന്തിനൊന്ന് ഓ, നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ വീഴുന്നത് എന്റെ യേശുവിൻ വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവാദിച്ച. രക്തക്ഷയം വ്യാപരിക്കട്ടെ, മഹത്വം വ്യാപരിക്കട്ടെ. എന്റെ ദൈവം അനുവാദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ. ഓരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഓരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേശുവത്രേ. ഞാനവൻ അഭിഷേകത്തോടെ ആരാധിച്ചേ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി പരീക്ഷണങ്ങൾ നിന്റെ നേരെ ആഞ്ഞടിച്ചു വന്നാലും അതിന്റെ നടുവിൽ നീ തകരത്തില്ല. എരുതിയിൽ നീ വീണാലും നീ തകരത്തില്ല. എരുതിയിൽ വീണാലും അവിടെയും നീ തകരത്തില്ല. ഇന്ന് പകലിൽ തകരാത്ത ദൈവത്തിന്റെ കരുതലുകൾ ഈ ആരാധനകൾക്കകത്ത് ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ധീരം ശാരം ധാരം തേരം 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 ധാര ചൂട ബലബ റിഗബ രഗദ റീഗലഘടകം ശംബരഘടകം ശാബരഘടകം അസ്തരഘടകം ചൂടപരഗജം ജാലപരഗതം അസ്തരജാലം ധീരകരഗജം ജീടകരഗതം ചൂടപരന്തം രക്ഷകരപ്തം ധീരധാരം ശേരധാര ധീരജാലം വൈഡാരഗജ രിവരം ശവരപ്തുവരപ്തവരപ്തവരപ്ത ചൂടം തേരം 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 തേരം
ഊടവരകജല അക്ഷകരത്ത ഊഷേകേരെ ബേബേ ഓ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി. അഭിഷേകം 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 പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തി ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഈ പകല് ഞാൻ പറയാം, ഇതൊരു ജയത്തിന്റെ പകലാണ്. ഇതൊരു ജയത്തിന്റെ പകലാണ്. യേശു കർത്താവ് അവൻ പുത്രനായ ക്രിസ്തു പിതാവിനെ അനുസരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പുത്രൻ പിതാവിന് കൊടുത്തൊരു പദവിയാണ് സർവനാമത്തിന് മേലായ നാമം. ആ പുത്രനിലൂടെ ലഭിക്കപ്പെട്ട പദവിയെ തൻ്റെ മക്കളായ നമ്മുടെ മേൽ അവൻ കൈമാറ്റം ചെയ്തു. എന്നിട്ട് പറയും, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്കത് തരും. എന്നിട്ട് പറയുക, സ്വർലോകരുടെയും ഭൂലോകരുടെയും സകല അധോലോകരുടെയും സകല മുഴങ്കാലുകളും നിന്റെ മുൻപിൽ മടങ്ങും. യെസ്, ഈ പകല് ചില പാതാള ഗോപുരങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ ജയിക്കത്തില്ല. ഈ ഞായറാഴ്ച ചിലത് നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന മഹത്വത്തിന്റെ പകലാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ഒന്ന് കരമടിച്ച് ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ഓ റാബാബാരശേ ചൂടശാരദേ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ. ഇത് പറയുമ്പോൾ ചിലർ അഴിയുന്നുണ്ട്. ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി ഓ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാം. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര
അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ സ്തുതിന്നിടുക നീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. ഓ ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലേ നിശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോ ആത്മാവിനാലേ നിശക്തിയാലേ വൻകോട്ടകൾ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികൾ ഓ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ആ കരമടിച്ച് ആരാധിച്ചേ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ചേർന്ന് പാടിക്കേ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ഒരു പുതു അഭിഷേകം, ഒരു പുതു അഭിഷേകം, കോട്ടകളെ ഇടിക്കുന്ന അഭിഷേകം, മുഖങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകം. ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ ചില കോട്ടകൾ തകരുകയാണ്, ചില സാത്താനിക ആധിപത്യങ്ങൾ തകരുകയാണ്. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ പകലിൽ നീ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മുൻപിൽ നിറയുന്ന ചില ക്ലേശങ്ങൾ, ചില തകർച്ചകൾ ഇന്ന് രാത്രി മാറുകയാണ്. നിന്റെ അകത്തുള്ള നിയോഗങ്ങൾ ചലിക്കട്ടെ. നിന്റെ അകത്തുള്ള അഭിഷേകം പുറത്തു വരട്ടെ. നിന്റെ അകത്തുള്ള പ്രാർത്ഥനാക്കാരെ പുറത്തു വരട്ടെ. ആ വരികൾ ഒന്നും കൂടെ പറ. ഓ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടാരാ. ആമേൻ. എന്തിനാ അഭിഷേകം ചെയ്തിരിക്കുന്നേ? വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കാൻ. നീ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ ആത്മസാന്നിധ്യം നിന്നിലേക്ക് ചലിക്കപ്പെടും. ആത്മസാന്നിധ്യം നിന്നെ ചലിക്കപ്പെടുമ്പോൾ വൻകോട്ടകൾ നിന്റെ മുമ്പിൽ തകർന്നു വീഴും. ഞാൻ വിശ്വസിക്കുന്നു ഇത് വിശുദ്ധന്മാരുടെ ആരാധനയാണ്. ആമേൻ. വിശുദ്ധനായവനെ ഇവിടെ ആരാധിക്കുന്നേ. ആമേൻ. ഇവിടെ ജഡത്തിന്റെ ആരാധന ഇല്ല. ആമേൻ. കാരണം ജഡത്തിൽ വസിക്കുന്നവനെ അല്ല നാം ആരാധിക്കുന്നേ, ആത്മാവിൽ വസിക്കുന്നവനെയാണ്. ഇന്ന് രാത്രി ആത്മാവിന്റെ ആരാധന വെളിപ്പെടുമ്പോൾ കോട്ടകൾ തനിയെ തകരും. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. നീ കരമടിക്കുമ്പോൾ ചില കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുകയാ. നീ ആരാധിക്കുമ്പോൾ ശത്രുവി ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ ചില എരിഹോവുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തത്തിന് വിരോധമായി നിൽക്കുന്ന എരിഹോവിയ സ്വാധീനങ്ങൾ ഈ പകലിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ പകലത്തെ ആരാധനകൾക്കകത്ത് ചില കോട്ടകൾ ഈ പകൽ നിന്റെ മുമ്പിൽ തകരുകയാണ്. ഒരു നിമിഷം കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. കർത്താവിനെ മാത്രം ഒന്ന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഞങ്ങൾ കർത്താവെ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൽ ആഴമേറിയ മഹത്വം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നല്ലോ. നല്ല ആരാധനകളിലേക്ക് ദൈവം ഞങ്ങളെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ 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 ആമേൻ. കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി 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 നന്ദി. നന്ദി നന്ദി നന്ദി. ആ ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ കൊതിക്കുന്നു കൊതിക്കുന്നു കൊതിക്കുന്നു. വീണ്ടും വീണ്ടും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ പകർച്ചയിലേക്ക് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങൾ വീണ്ടും 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 കർത്താവിനെ മാത്രം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കർത്താവിനെ മാത്രം ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ നിന്റെ രൂപവും ഭാവവും എന്നിലേകട്ടെ, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ഓ ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ അപ്പാ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഒരിക്കൽ കൂടെ പറഞ്ഞ നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. Love you, Jesus. Hallelujah.
ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഉണർവിനാ ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ അണയാത്ത റോരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ ഉപയോഗിക്കണമേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ ആദ്യനും ഓ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കോ പുകഴ്ചേ ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതകൾക്കകത്തേക്ക് യോഹന്നാൻ പ്രവേശിക്കുമ്പോൾ, പത്മോസിലേക്ക് യോഹന്നാൻ കയറുമ്പോൾ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു. അവിടുന്നും യോഹന്നാനെ നാട് കടത്തി പത്മോസിലേക്ക് ഇട്ടു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, വ്യക്തിപരമായി ഈ ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് പറയുന്ന ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മുടെ കഷ്ടതയുടെ സാക്ഷ്യങ്ങളാണ്, ഇല്ലയോ? അമേൻ. കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പാസ്റ്റർ എന്നുള്ള നിലയിൽ അമേൻ, ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ 16 വർഷമായി. അമേൻ. ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് മാറിയിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ അകത്ത്, എൻ്റെ ലൈഫിൻ്റെ അകത്ത് എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള ടെസ്റ്റ് മണികൾ മുഴുവനും ഒരു പക്ഷേ എൻ്റെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ എണ്ണയ്ക്കകത്തിട്ടും ഒരു രാജ്യം മുഴുവനും ഒരു ഭക്തനെതിരെ നിൽക്കുമ്പോൾ നിയമങ്ങൾ പോലും തന്നെ സഹായിക്കുവാനില്ല, കൂടെ നിൽക്കുവാൻ ആരുമില്ല. ഒറ്റയ്ക്ക് പത്മോസിലേക്ക് ഒരുവനെ എറിയുമ്പോൾ ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ പത്മോസിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് കിടക്കുമ്പോൾ പത്മോസിൻ്റെ തകർച്ചയുടെ കഥ ഒരിക്കലും പറയുന്നില്ല. പത്മോസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ പറയുന്നത് അവിടെ ജീവികളുണ്ട്, അവിടെ കടിച്ചു കീറുന്ന പ്രശ്നങ്ങളുണ്ടെന്നൊന്നുമല്ല യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നത് പത്മോസിൻ്റെ നടുവിൽ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ആമേൻ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ച അണിഞ്ഞ് വെള്ളോടിൻ സാദൃശ്യമുള്ളവൻ, അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ. ആമേൻ. ഞാൻ അവനെ ദർശിക്കുന്നുണ്ട്, ഞാൻ അവനെ കാണുന്നുണ്ട്, ഞാൻ അവനെ കാണുന്നുണ്ട്. ഞാൻ പറയുന്നു, ഈ ഞായറാഴ്ച ആരാധനകൾക്കകത്ത് നിന്റെ പ്രശ്നത്തിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവമഹത്വത്തെ ഈ പകല് നീ കാണാൻ പോകുകയാണ്. നീ പ്രശ്നത്തെ കാണുന്ന കാലം കഴിഞ്ഞു, നിന്റെ പ്രശ്നത്തെ കാണുന്ന കാലം കഴിഞ്ഞു. അതിന്റെ നടുവിൽ 7 നിലവിളക്കുകളുടെ നടുവിൽ ഇറങ്ങി വരുന്ന സൂര്യനേക്കാൾ പ്രഭയുള്ള കർത്താവിനെ ഈ പകലിൽ നീ കാണാൻ.
എന്നിട്ട് യോഹന്നാൻ പറയാ, രാപ്പകലില്ല അവിടെ. ആമേൻ, ആമേൻ, രാപ്പകലില്ല അവിടെ. അവിടെ ജീവവൃക്ഷത്തിന്റെ ആമേൻ നദികളുണ്ട്, ജീവവൃക്ഷമുണ്ട്, അവിടെ നദികളുണ്ട്, അവിടെ മുത്തുമയമായി വിളങ്ങുന്ന പട്ടണങ്ങളുണ്ട്, അവിടെ പുത്തൻ യെരൂശലേമുണ്ട്. ആമേൻ. ഇങ്ങനെയൊക്കെ ഒരു ഭക്തൻ വിളിച്ചു പറയണമെങ്കിൽ ആ ഭക്തന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്കാണ്, അവന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് തന്നെയാണ്. അവന്റെ ചിന്തകൾ സ്വർഗീയ ദർശനത്തെ തന്നെ കാംക്ഷിച്ചു, അവന്റെ വെളിപ്പാടുകൾ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ഈ പകലത്തെ ആരാധനകൾക്കകത്ത് ആത്മാവിൽ ഞാൻ ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ ദൈവസഭയോട് ഞാൻ പ്രവചിക്കുകയാണ്. നിന്റെ കഷ്ടതകളെ കാണുന്ന സീസൺ കഴിഞ്ഞുപോയി. നിന്റെ കഷ്ടതകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവിക മഹത്വത്തെ ഈ പകൽക്കാലം നിങ്ങൾ കാണാൻ പോകുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കഷ്ടങ്ങളെ മഹത്വമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. ഈ പകൽ കഷ്ടതകളെ മഹത്വമാക്കുന്ന ഒരു ദൈവകര ഈ ആരാധനകൾക്കകത്ത് ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ 2 മിനിറ്റ് കരമടിച്ചൊന്ന് ആരാധിച്ചോ. നിർബന്ധത്താൽ വേണ്ട, നിർബന്ധത്താൽ വേണ്ട, നിർബന്ധത്താൽ വേണ്ട, നിർബന്ധത്താൽ വേണ്ട. കരമടിക്കാൻ കഴിയുന്നവർ ഒന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു. കീബോർഡ് വേണ്ട, കീബോർഡ് വേണ്ട മോനെ, കീബോർഡ് വേണ്ട. 1-2 മിനിറ്റ് ഒന്ന് ശക്തിയോടെ ആരാധിച്ചാണ്. ജുഡ മന ദര ജന ദര 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 ജന ശഗരഗലഗടഗരഗടഗരഗടഗസി ജൂഡമാരവൽക്കമനഗടഗസിയ. ആമേൻ. അതുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞു, 7 വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനാ മാറത്ത് പൊൻകച്ച ഗബതയുടെ കളിത്തളം മുതൽ ഗോൽഗൊത്ത മര വരെയും പച്ചമര കുരിശെടുത്തുകൊണ്ട് യേശു കർത്താവ് ചാട്ടവാറടികൾ ഏറ്റുകൊണ്ട് തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ടുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് പരമയാഗമായി മാറുമ്പോൾ വചനം പറയുന്നു, അവന്റെ മുഖം വിരൂപമായി മാറി. ആമേൻ, ആമേൻ. വിരൂപനായ ക്രിസ്തു. ആമേൻ. അവന്റെ ശരീരത്തിൽ ഇനി അടികളേക്കാൻ സ്ഥലമില്ല. അവൻ തൊലികൾ മുഴുവനും ഉരിച്ചു കളഞ്ഞു, മാംസകഷ്ണങ്ങൾ പറിച്ചെടുത്തു. ആമേൻ. ഇങ്ങനെയുള്ളൊരു കർത്താവിനെ യോഹന്നാൻ കണ്ടിട്ട്, ആമേൻ, അതേ യോഹന്നാൻ വീണ്ടും സുവിശേഷങ്ങൾക്കകത്ത് യോഹന്നാൻ പറഞ്ഞു, വിരൂപനായ ക്രിസ്തു, തകർന്ന ക്രിസ്തു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവൻ തകർന്നു കിടക്കുമ്പോൾ യോഹന്നാൻ കാണുന്നത് വിരൂപനായ ക്രിസ്തുവിനെ അല്ല, അടികളേറ്റ ക്രിസ്തുവിനെ അല്ല. ആമേൻ. മാറ് തകർന്ന്, ആമേൻ, 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 രക്തമൊലിച്ച്, ആമേൻ, മുഖം വിരൂപമായവനെ അവൻ കാൽവറിയിൽ കണ്ടെങ്കിൽ പത്മോസിൽ യോഹന്നാൻ കണ്ടത് വിരൂപനായവനെ അല്ല, മാറത്ത് പൊൻകച്ചയണിഞ്ഞ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ സൂര്യനേക്കാൾ പ്രശോഭനായി ഒരുവൻ ഇറങ്ങി വന്നു. ആമേൻ. ഈ പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പകലിൽ സൂര്യനേക്കാൾ പ്രഭയുള്ളൊരു കർത്താവിൻ്റെ സാന്നിധ്യം ഈ ആരാധനകളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ നല്ല യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ചയ്ക്കായി സ്തോത്രം. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം, നല്ല ആരാധനകൾ. ദൈവത്തെ ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങൾ ആരാധന ആരംഭിച്ചു. അഭിഷേകത്തിലേക്ക് ഞങ്ങൾ കയറി അവസാനം സ്വർഗീയ ദർശനത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. ഈ നല്ല ആരാധനയ്ക്ക് നന്ദി പറയുകയാണ്. ഈ പകലത്തെ ആരാധനകളിൽ വെളിപ്പെട്ട എല്ലാ ആത്മീക വിടുതലുകളെയും സൗഖ്യങ്ങളെയും ജനത്തിൻ്റെ മേൽ കൈമാറുന്നു. തുടർന്നുള്ള സമയങ്ങളിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.